ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടീഷണൽ ക്ലോസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തില് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തിയതിൽ സിമ്പിൾ പ്രസന്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ ആണെന്നും, സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കണ്ടീഷണൽ ഫോമാണ്. വില്ലാണെങ്കിലും വുഡ് ആവണം, ഷാലാണെങ്കിൽ ഷുഡ് ആവണം, ക്യാൻ ആണെങ്കിൽ ഫുഡ് ആവണം, മേ ആണെങ്കിൽ മൈറ്റ് ആവണം. ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് അവസാനിപ്പിച്ചത്. ഓക്കെ, അതിനകത്ത് ഒരെണ്ണം കൂടി ബാലൻസ് വെക്കും. വൺ മോർ തിങ് ഈസ് റിമൈനിങ്. അപ്പൊ അത് ഉള്ളത് തന്നിരിക്കുന്ന വാചകത്തിന് ഒരു സൈഡ് അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷണൽ ക്ലോസ് ചിലപ്പോ പാസ്റ്റ് പെർഫെക്റ്റിൽ വരും. പാസ്റ്റ് പെർഫെക്റ്റ്. അങ്ങനെ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിന്റെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും തമ്മിലുള്ള ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മെയിൻ ക്ലോസിനെ ആശ്രയിച്ചിട്ടാണ് സബോർഡിനേറ്റ് ക്ലോസിന്റെ അർത്ഥം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മെയിൻ ക്ലോസിനെ ആശ്രയിച്ചിട്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടെൻസിൽ ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് വർക്ക് ചെയ്തി അപ്പുറത്ത് യു വുഡ് പാസ്. ഇനി ഇതിന് ചെറിയൊരു മാറ്റം വരുത്തുക. ഇഫ് യു ഹാഡ് വർക്ക് എന്നിട്ട് നമ്മൾ ഡാഷ് ചെയ്തത്. ഇഫ് യു ഹാഡ് വർക്ക് നീ കഠിനമായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഇഫ് യു ഹാഡ് വർക്കഡ് ആണെങ്കിൽ അപ്പുറത്തൊന്നും വരും ബാലൻസ് ഉള്ളത്. അവിടെ ഒരു ഡാഷ് ഇട്ടിരിക്കുന്നു. ഇഫ് യു ഹാഡ് വർക്കഡ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡാഷ് ഇട്ടിരിക്കുന്നു. ബാലൻസ് ഒന്ന് വരും. ഏത് ടെൻസ് വരും എന്ന് പറയാമോ? അവർക്ക് തെറ്റിപ്പോടെ കുഴപ്പമില്ല. If you had worked, if you future, സിമ്പിൾ ഫ്യൂച്ചർ ആണ് ലിൻഷ ഉദ്ദേശിച്ചത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് അല്ലേ ലിൻഷ? ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമെന്നാണ് ലിൻഷ പറയുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ വിൽ അല്ലെങ്കിൽ ഷാല് പിന്നെ ഹാവ് വെർബിന്റെ പാസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലിൻഷ പറയുന്ന രീതിയിൽ ചിന്തിച്ചാൽ ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വിൽ ഹാവ് പാസ്ഡ് എന്ന് പറയുന്നത് അല്ലേ? ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വിൽ ഹാവ് പാസ്ഡ്. ചെറിയൊരു മിസ്റ്റേക്ക് അതിനകത്ത്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്. വേറെന്തെങ്കിലും? യെസ്. അപ്പൊ ആരും ഉത്തരത്തോട് വരാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നു. അവിടെ ലിൻഷ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷേ ആ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ വില്ലെന്നുള്ളത് വുഡ് ആക്കി കഴിഞ്ഞാൽ കറക്റ്റായി. വില്ലെന്നുള്ളത് വുഡ് ആക്കണം. അല്ലെങ്കിൽ വുഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഷുഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, മൈറ്റ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കണ്ടീഷണൽ ഫോം ഉപയോഗിക്കാതെ. അപ്പൊ എന്താ ഒരു ആൻസർ? ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ്. അതാണ് വേണ്ടത്. യു വുഡ് ഹാവ്. വിൽ ഹാവ് പകരം വുഡ് ഹാവ്. യു വുഡ് ഹാവ് പാസ്റ്റ്. ഹാവ് കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വുഡ് ഹാവ് പാസ്ഡ്. ഇതാണ് കറക്റ്റ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഇത് നിങ്ങളുടെ മക്കള് പരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സിലും 9ലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും ഈ സാധനം കയറി വരും. രണ്ടും ഇതുപോലെയല്ലേ കയറി വരുന്നത്. ഒരു ഡാഷ് ഇട്ട സ്ഥലത്ത് പൂരിപ്പിക്കുന്ന ആ സ്ഥലത്ത് ഈ ക്ലോസ് ആണ്, ഈ നിയമമാണ് കയറി വരുന്നത്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. നീ പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാവും. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ. ഇഫ് യു ഹാഡ് വർക്ക്ഡ്
യു വുഡ് ഹാവ് പാസ്ഡ്. നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ആ മൂന്ന് വ്യത്യാസം. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായിട്ടുണ്ടായിരുന്നേനെ. അപ്പൊ അത് ഒന്ന് കുറിച്ച് വെച്ചു. ഏത് ആ മൂന്നും കൂടി ഒരു സ്ഥലത്തൊന്ന് റെഡിയാക്കി വെച്ചു. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. അത് മൂന്നും കൂടി വെച്ച് ഇതാണ് അതിന്റെ ഒരു ക്യാപ്ഷൻ പോലെ ഓർക്കേണ്ട സംഗതി. If you work hard, you will pass. If you worked hard, you would pass. If you had worked, you would have passed. You would have passed. Yes. Okay. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്യാം. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂരിപ്പിച്ചാൽ മതി. ചോദ്യം ഇതാണ്. If you had come to my home. If you had come to my home dash. If you had come to my home dash. അപ്പൊ എന്താണ്? നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ. അപ്പുറത്ത് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം. പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഷുഡ് ഹാവ് ആയിരിക്കണം, അല്ലെങ്കിൽ കുഡ് ഹാവ് ആയിരിക്കണം, അല്ലെങ്കിൽ കുഡ് ഹാവ് ആയിരിക്കണം, അല്ലെങ്കിൽ മൈറ്റ് ഹാവ് ആയിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷമേ വെറുതെ എഴുതാം. ഇത്ര ഉള്ളു ശ്രദ്ധിക്കുക. എഴുതാൻ പറ്റുമെങ്കിൽ if you had come to my home, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ. ഓക്കെ, കറക്റ്റ് ആണ്. ഐ വുഡ് ഹാവ് ഗിവൺ യു ദ മണി. നീ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് എന്ത് പൈസ തരുമായിരുന്നു. കറക്റ്റ് ആണ്. പിന്നെ അതൊന്ന് മാറ്റിയിട്ട് വേറെ രീതിയിൽ ഒന്ന് എഴുതി വേറെ എന്തെങ്കിലും. ഓക്കെ, അത് ശരിയാണത്, കറക്റ്റ് ആണ്. You would have got a chance to participate the party. Okay. Would have got a chance to participate the party. ശരിയാണ്. Okay. കറക്റ്റ് ആണ്. ഓക്കെ, യെസ്. അടുത്തത് ആ പാസ്റ്റ് പെർഫെക്റ്റ് വന്ന വശത്ത് ഡാഷ് തന്നിട്ട് ബാക്കി എഴുതരുത് കേട്ടോ. ഡാഷ് എന്നിട്ട് ബാക്കി എഴുതി. ഐ വുഡ് ഹാവ്
told you, I would have told you a good news. I would have told you a good news. Yes. അവിടെ നമുക്ക് എന്ത് വരും? അപ്പൊ അപ്പുറത്ത് ഹാഡ് വെർബിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും. ഇഫ് വെച്ച് ഹാഡ് വെർബിന് പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉപയോഗിക്കും. Okay. If you had come early. Okay, Linsha, correct ആണ്. വേറൊരു പറഞ്ഞു നോക്കി. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ലിൻഷ. മിസ്റ്റേക്ക് പറയുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് എത്താൻ പറ്റുന്ന അപ്പൊ കറക്റ്റ് ആണ്. നോ എന്ന് പറഞ്ഞ പ്രസന്റൻസും ന്യൂ എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസും അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോ KNOWA നോൺ എന്ന് വരും. നോൺ എന്ന് വരുമ്പോഴാണ് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പൊ അത് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ലിൻഷ മാത്രമുള്ളൂ തോന്നുന്നു. ലിൻഷയോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. മറ്റേ സാധാരണ ചോദിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ചോദ്യത്തിന്റെയും ആൻസറിന്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് CL എന്നായിരിക്കും. CL, സിയും എല്ലും. ഇപ്പൊ കാഷ്വൽ എന്ന് പറയുമ്പോൾ CL, ക്ലിഫ് എന്നൊക്കെ പറയുമ്പോൾ CL എന്ന് പറയുന്നത് ആ CL. ഓക്കെ. ചോദ്യം ആദ്യത്തേത് ഇതാണ്. A large shellfish, shell, SHE double, a large shellfish, shellfish അല്ല, shell ഉള്ള ഫിഷ്. A large shellfish. A large shellfish. ഓക്കെ. അപ്പൊ ഉത്തരം വരാത്തോടെ ഞാൻ തന്നെ ഉത്തരം പറയാം. അതിന് ഉത്തരം ക്ലാർന്നാണ്. CLA. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ, CLA ക്ലാർ. ഓക്കെ. കക്കട തന്നെ കുറച്ചുകൂടി വലിയ ടൈപ്പ് ആയിട്ടുള്ള സംഗതിയാണ് ആ സംഗതി. അതിന്റെ ആൻസർ കറക്റ്റ് ആണ്. Yes.
ക്ലാം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ യു ഡാഷ് ടു ഷോ യു ലൈക്ക് സംതിങ്. യു ഡാഷ് ടു ഷോ യു ലൈക്ക് സംതിങ്. You dash to show you like something. എപ്പോഴും പല പ്രാവശ്യവും ലിൻഷേപ്പ് ഇതിന് ചെയ്തിട്ടുള്ളതാണ്. യെസ്, ഓക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? അപ്പൊ ആ സംഗതി തന്നെയാണ് ഇത്. ക്ലാപ്പ്. ഓക്കെ, യു ക്ലാപ്പ് ടു ഷോ യു ലൈക്ക് സംതിങ്. നിങ്ങൾ എന്തോ അത് ഇഷ്ടപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? യു ക്ലാപ്പ്. യെസ്, ഓക്കെ. അടുത്തത് someone who climbs hills and mountains. Someone who climbs hills and mountains. Someone who climbs hills. Hills കയറുന്ന ആള്, മൗണ്ടൻസ് കയറുന്ന ആള്. യെസ്, ക്ലൈംബർ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. ക്ലൈംബർ, CLIMBER, ക്ലൈംബർ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. അടുത്തത് എ ഷോർട്ട് ഷാർപ്പ് സൗണ്ട്. A short sharp sound. A short sharp sound. ഞാൻ വേണമെങ്കിൽ ക്ലൂ ഇട്ട് തരാം. ക്ലൂവിന്റെ ആവശ്യമില്ല. കറക്റ്റ് ആൻസർ ക്ലിക്ക്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ പറയാൻ പോയത് ക്ലൂ ഇതായിരുന്നു. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഫോട്ടോഗ്രാഫി എന്നുള്ള സാധനമാണ് ഞാൻ പറയാൻ പോയത്. ഓക്കെ, someone who comes to clean your house. Someone who comes to clean your house. Someone who comes to clean your house. ക്ലീനർ. Cleaner. That is a cleaner. Okay, okay. It's a correct. Very good, very good. Yes. அடுத்தது quick to learn and understand things. Quick to learn and understand things. THINGS.
Quick to learn and understand things. ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം കാണുമ്പോൾ അവരുടെ തോളെ തട്ടിക്കൊണ്ട് നമ്മൾ ആ വാക്ക് പറയുകയും ചെയ്യും. Quick to learn, പെട്ടെന്ന് പഠിക്കുന്ന, അണ്ടർസ്റ്റാൻഡ്, പെട്ടെന്ന് കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നിമിഷം കറക്റ്റ് ആണ്. ഞാൻ എന്താ താമസിക്കുന്നത് ചോദിച്ചു വരാനായിട്ട്. ഓക്കെ, ക്ലവർ, പറയില്ലേ, ഈസ് എ ക്ലവർ ബോയ്. ഓക്കെ, അടുത്തത് ഞാൻ പറയുന്ന വേർഡിന്റെ സമാനമായ മീനിങ് ഉള്ള വേറൊരു വേർഡ് പറഞ്ഞാൽ മതി. എ ക്ലിയർ ക്വാളിറ്റി. എ ക്ലിയർ ക്വാളിറ്റി. സർ ക്ലൂ തരോ? ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലിയർ ആയ ഒരു ക്വാളിറ്റി. അപ്പൊ നമ്മൾ ചില സംഗതികളൊക്കെ ടൈപ്പില്ല, ഫോട്ടോ സ്റ്റാൻഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പറയും നല്ല ഡാഷ് എടുക്കാന്ന് പറയും. അവിടെ ക്ലാരിറ്റി. ക്ലാരിറ്റി. ഓക്കെ ഓക്കെ ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ക്ലാരിറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, someone who works in an office to keep accounts and file papers. Someone, clerk. That is a correct word. Correct answer ആണ് clerk. അടുത്തത്, a circus performer. A circus clown. Clown. That is also correct answer, clown. A room where the students study. A room where the students study. Classroom. Classroom. That is also the correct one. Yes. അപ്പൊ ഇതിലെ ലാസ്റ്റ്, a steep rock face, especially on the coast. COAST, coast, തീരം. A steep rock face, especially on the coast. COAST, coast. ചില പക്ഷികൾ അവിടെയാണ് കൂടുണ്ടാക്കുക. A steep rock face, FSE, especially on the coast. തീരത്തിനോട് ചേർന്ന്, വലിയൊരു കടലിനോട് ചേർന്ന് ഉയരത്തിൽ നിൽക്കുന്ന ഒരു പാറയുടെ തള്ളി നിൽക്കുന്ന, കടലിലോട്ട് തള്ളി നിൽക്കുന്ന സംഭവിച്ചു. അതാണ്. അത് ചില ടൈലറിംഗ് സ്ഥാപനങ്ങൾക്കൊക്കെ അതിന് ചിലപ്പോൾ പേരൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. ആ പേര് ഏതാണ്ട് അതിനോട് സാമ്യമായിട്ടുള്ള പേരാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വസതിക്കുള്ളത്. ക്ലിഫ്. ക്ലിഫ്. ഓക്കെ, കറക്റ്റ് ആൻസർ. അപ്പൊ ഞാൻ കുറച്ചധികം പറയേണ്ടി വന്ന്. അപ്പോ 10 നിമിഷം ശരിയാക്കിയിട്ടുണ്ട്, ഒരെണ്ണം മാത്രമേ വിട്ടുപോയുള്ളൂ. ഓക്കെ, ക്ലിഫ് തള്ളി നിൽക്കുന്നത്. അതിന്റെ ചെറുകഥയുണ്ട് അത്. അതായത് ഒരു പക്ഷി വന്ന് അവിടെ വന്ന് കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞു. ബാക്കി 5-8 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഈ പക്ഷി മാത്രം പറക്കാനായിട്ട് പേടിയാണ്.
അപ്പൊ ഈ പക്ഷി മാത്രം ഇങ്ങനെ വന്ന് ഈ ക്ലിഫിന്റെ അവിടെ വന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴെ കടൽ ഇങ്ങനെ കാണുകയാണ്. അപ്പോ ഈ ചെറിയ പക്ഷിക്ക് ഒരു പേടി, എനിക്ക് പറക്കാൻ പറ്റുമോ? പക്ഷെ അതിന്റെ ഒപ്പം വിരിഞ്ഞ മറ്റു കുട്ടികളൊക്കെ പറന്ന് പോയി. ഇത് എന്നും ഈ ക്ലിഫിന്റെ അടുത്ത് വരെ വരും, തിരിച്ചതിനകത്തേക്ക് പോകും, അടുത്ത് വരും, തിരിച്ചകത്തേക്ക് പോകും. അപ്പൊ കുറെ ദിവസങ്ങളായിട്ട് അമ്മ തന്നെ ഇത് ഭക്ഷണം കൊണ്ടേക്ക് കൊടുക്കുകയാണ്. പക്ഷെ അമ്മയ്ക്കും ആഗ്രഹം വേണ്ടി ചെറിയ പക്ഷി ഒന്ന് പറക്കണമെന്ന്. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യാനല്ലേ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. ബാക്കിയുള്ള ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന പക്ഷികളൊക്കെ വന്ന് പറയുന്നത് ഇങ്ങനെ വന്നാൽ മതി, അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് പറക്കാം. ചിറക് പിരിക്കാനായിട്ട് പേടി, അത് പറ്റുന്നില്ല. അപ്പൊ അമ്മ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് സ്ഥിരം കൊണ്ടുപോയി വീട്ടിൽ അമ്മ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്ലിഫിന്റെ അരികത്ത് വരെ നിൽക്കും. എന്നിട്ട് ചുണ്ടുകൊണ്ട് ഇങ്ങനെ എത്തിപ്പിടിക്കാൻ പറയും ഭക്ഷണം. അമ്മ ചിറക് വിരിച്ചിട്ട് പാറയിൽ വന്നിരിക്കേണ്ട ആ കടലിന്റെ മുകളിലായിട്ട് ചിറക് വിരിച്ച് നിൽക്കും. അപ്പോ ഇവനത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോ അമ്മ കുറച്ചും കൂടി ബാക്കിലോട്ട് പോകും അമ്മക്കിളി. അപ്പൊ ഇവൻ താഴേക്ക് വീഴാണ്. താഴേക്ക് വീണ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്, ഇപ്പൊ താഴെ കടലാണ്, അവിടെ താഴ്ച, ആ താഴെയുള്ള കടലിൽ എത്തിനേക്കാളും ഓട്ടോമാറ്റിക് ആയിട്ട് ഇവൻ ചിറക് വിരിച്ചങ്ങനെ പറക്കുന്നു. അങ്ങനെ അവന്റെ ഭയം മാറി പറന്നു പോകുന്ന ഒരു ഇംഗ്ലീഷ് ചെറുകഥയാണ്. യെസ്. അപ്പൊ അവിടെയും വരുന്നത് ഈ വാക്കാണ്, ക്ലിഫ് എന്ന് പറയുന്ന വേർഡാണ്. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ലിൻഷ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നു. ഇതിനകത്ത് പിന്നെ ഒരു അഞ്ജലി ഉണ്ട്, ഷിജിനാമോളുണ്ട്, പിന്നെ ഒരു രമ്യ നേരത്തെ വന്നു, ആസ്മി ഉണ്ട്. യെസ്. അപ്പൊ വേറെ ആരും ഒരു അനക്കമൊന്നും കേട്ടില്ല. അപ്പൊ എന്തൊരു ചോദിച്ചാൽ ലിൻഷ മാത്രമാണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ തന്നെ വേറൊരു സെറ്റ് ചോദ്യം കൂടി ചോദിക്കാം. അപ്പോ ആ ചോദ്യത്തിന്റെ ആൻസർ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഫസ്റ്റ് ലെറ്റർ ജിയും രണ്ടാമത്തെ ലെറ്റർ ഓയുമാണ്. GO കേട്ടോ. ഗോ എന്ന് പറയുന്ന വേർഡിലാണ് അത് ആരംഭിക്കുക, GO. ഓക്കെ. വേറെ ആരും ഇല്ലാത്തതുകൊണ്ടും മറ്റേ നമുക്ക് 2-3 എക്സസൈസുകൾ കഴിഞ്ഞാൽ അത് കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് ലെറ്റർ G, രണ്ടാമത്തെ വേർഡ് ഗോ. ഓക്കെ. അപ്പൊ ചോദ്യം ഫസ്റ്റ് ഇതാണ്. An Indian state on the south west coast. ഗോവ. Yes, correct answer. Indian state, അത് ഗോവയാണ്, ശരിയാണ്. യെസ്. A protective glass set, GLASS, glass set in a flexible frame used while swimming. A protective glass set in a flexible frame used while swimming. ശ്രീജ വന്നോ? സോറി സർ, ചെറിയ കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. പിന്നെ ഞാൻ എത്ര നേരമായിട്ട് ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു സർ. നോ പ്രോബ്ലം. എങ്ങനെയുണ്ട് 2025 സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ? ഇല്ല സർ, ഇറ്റ്സ് നോർമൽ ഡേ. ഇല്ല. വെരി ഗുഡ്. നോർമൽ ഡേ. യെസ്. ഗോഗിൾ. ഗോഗിൾ കറക്റ്റ് ആൻസർ ആണ്. അറിയാമായിരുന്നോ? അതെ. പിന്നെന്താ കുറെ താമസം പിടിച്ച്? ശ്രീജയായിട്ട് സംസാരിച്ചോണ്ടിരുന്നോണ്ടാ. ശ്രീജയായിട്ട് സംസാരിച്ചോണ്ടിരുന്നോണ്ടാ താമസിച്ചത്. ഓക്കെ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഓക്കെ. അപ്പൊ ശ്രീജ, ഞങ്ങള് പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ച് ഒന്നിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ലിൻഷ മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു സെറ്റ് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ഒരു സെറ്റ് ചോദ്യം ചോദിച്ചതിന് 10 എണ്ണത്തിന് ലിൻഷ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു, ഒരെണ്ണത്തിന് ഞാനും പറഞ്ഞു. അങ്ങനെ നിന്നു. രണ്ടാമത്തെ സെറ്റിലേക്ക് നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞപ്പോ ഓക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ സെറ്റിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. അപ്പൊ 2 ചോദ്യങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരത്തിലെ ഫസ്റ്റ് ലെറ്റർ ജിയും രണ്ടാമത്തെ ലെറ്റർ ഒയുമാണ്. ഫസ്റ്റ് ഈസ് ജി, ദ സെക്കൻഡ് വൺ ഈസ് ഒ. ഓക്കെ സർ. അടുത്തത് എ പ്രഷ്യസ് യെല്ലോ പ്രഷ്യസ് മെറ്റൽ. യെല്ലോ ഗോൾഡ്. ഇവിടെ ഉണ്ടായ യെസ്. ഓക്കെ, ചിലപ്പോ കത്തത്തില്ല സാർ. അതെ. ഓക്കെ 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 ഓക്കെ. ഇടക്ക് എന്താ പറയാ, ഒന്ന് ഞാനിവിടെ ഉണ്ട് കേട്ടോ ഇതൊന്ന് പറഞ്ഞാൽ മതി. യെസ്. ഓക്കെ, ഞാൻ വിചാരിച്ചത് നിമിഷം മാത്രമുള്ളതാണ്. യെസ്, വന്നപ്പോ കണ്ടായിരുന്നു. യെസ്. ഓക്കെ ഓക്കെ, അപ്പൊ ശരിയാണത്. യെല്ലോ പ്രഷ്യസ് മെറ്റൽ വിച്ച് ഇസ് ഗോൾഡ്. കറക്റ്റ് ആണ്. അടുത്തത് എ ജസ്റ്റർ, GUSTUR, or a remark used while taking leave, LEAVE, leave from a place. A gesture or remark used while taking leave, LEAVE, from a place. നിങ്ങൾ ചെയ്യാറുള്ളതാണ്, പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. അതിന് മീനിങ്ങേ മനസ്സിലായില്ല സർ. ഗസ്റ്റ് ഒരു ആംഗ്യം അല്ലെങ്കിൽ ഒരു അടയാളം. അത് മനസ്സിലായി. യൂസ്ഡ് വൈൽ ടേക്കിംഗ് ലീവ്, വിട പറയുമ്പോൾ പറയുന്ന ഒരു അടയാളം. ഫ്രം എ പ്ലേസ്. ഗുഡ് ബൈ. ഗുഡ് ബൈ. അതിന്റെ സംഗതി നമുക്ക് പിടികിട്ടാനായിട്ട് നമുക്ക് മനസ്സിലായി. അതല്ലാതെ ഉണ്ടെങ്കിൽ പറഞ്ഞല്ലേ. ഓക്കെ, ഗുഡ് ബൈ. അതാണ് നമ്മൾ വിട പറയുമ്പോൾ പറയുന്ന ഒരു അടയാളം. ഓക്കെ, എ ഗസ്റ്റ് റിമാർക്സ് യൂസ്ഡ് ബൈ ടേക്കിംഗ് ലീവ് ഫ്രം എ പ്ലേസ്. ഓക്കെ, a large APE with black fur. Gorilla. Gorilla. Okay, okay, okay. Correct answer. Gorilla. Gorilla-ക്കാണ് ആ ഒരു ഷേപ്പ് ഉള്ളത്. ഓക്കെ, അടുത്തത് a score, SCORE, a score in a football match. Goal. Goal. A score in a football match. അത് ഗോളാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ. അടുത്തത് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് മിക്കി മൗസ് ആൻഡ് ഡൊണാൾഡ് ഡക്ക്. എ ക്ലോസ് ഫ്രണ്ട് ഓഫ് Mickey Mouse and Donald Duck. കുട്ടികളോട് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് കാർട്ടൂണിൽ വരുന്നതാണ്. ഓക്കെ ഓക്കെ, ശരിയാണ്. ഗൂഫി, GOOFY, കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ. അടുത്തത് a message concerning Christ, Jesus Christ ആണ് ക്രൈസ്റ്റ് ഉദ്ദേശിക്കുന്നത്. The kingdom of God and salvation. A message concerning Christ, the kingdom of God and salvation. യെസ്, അത് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേരാണത്. അതിന്റെ പേരാണ് ഗോസ്പൽ. എന്താണ് ഗോസ്പൽ? സുവിശേഷം എന്നാണ് മലയാളത്തിൽ. എ മെസ്സേജ്
concerning Christ, the kingdom of God and salvation. Gospel. അടുത്തത്. A golden orange fish. Gold fish. Okay. Often kept in aquarium. That is called goldfish. Okay. Correct ആണ്. അടുത്തത്. A large flowing dress. A large Gown. Dress worn. WOR. Dress for bride. Gown. Yes, correct answer. Gown. Correct answer. ഓക്കെ. അപ്പൊ അത് ചോദ്യം അവസാനിക്കുകയാണ്. അപ്പൊ ഈ ചോദ്യത്തില് 6 പോയിന്റ് നിമിഷയ്ക്ക് കിട്ടിയിട്ടുണ്ട്. രമ്യക്ക് 1 പോയിന്റ്, ശ്രീജയ്ക്ക് 2 പോയിന്റും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ വേറെ ആരുമില്ല എന്ന് കരുതിയിട്ടാണ് ഈ ചോദ്യത്തിലേക്ക് നമ്മൾ വീണ്ടും കിടന്നത്. ഓക്കെ. ഞാൻ നിങ്ങളോട് നമ്മൾ നേരത്തെ ചോദിച്ച് നിർത്തിയിട്ടുള്ള കുറച്ച് മലയാളം വേദികളുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചോദിച്ചു നിർത്തിയതിൽ ബാലൻസ് ഞാൻ ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്: നിങ്ങൾ എവിടെ പോകുന്നു? Where are you going? Where are you going? Where are you going? കറക്റ്റ് ആണ്. Where are you going? അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം: അടുപ്പിൽ തുടരുത്. Don't ടച്ച്. ഡോണ്ട് ടച്ച്. അതുപോലെ കറക്റ്റ് ആണ്. തുടരുത്. അടുപ്പിൽ. വീട്ടിലിരിക്കുന്ന സാധനം തന്നെ ഓർത്താൽ മതി. ലൈറ്റർ വെച്ചിട്ട് നമ്മള് stove. stove. Don't touch the stove. Don't touch the stove. ഇനി അടുത്ത് നമ്മൾ പറയുന്നു TV അടുത്ത് കാണരുത്. TV അടുത്ത് കാണരുത്. TV കാണരുതെന്നുള്ളത് നമുക്കറിയാം. Don't watch TV. അടുത്ത് കാണരുത് എന്നുള്ള ഭാഗം ചേർക്കണം. Don't closely watch TV. ക്ലോസ്ലി വാച്ച്. അപ്പൊ ആ ക്ലോസ് എന്നുള്ളത് ക്ലോസ്ലി കാണുക എന്നുള്ളതിന്റെ വിശേഷിപ്പിക്കുക. അപ്പൊ ആദ്യം കേട്ടോ. ഡോണ്ട് വാച്ച് TV ക്ലോസ്ലി. ഡോണ്ട് വാച്ച് TV ക്ലോസ്ലി. യെസ്. അടുത്തത് പുറത്ത് കളിക്കരുത്. പുറത്ത് വെളിയിൽ കളിക്കരുത്. Don't play outside. ഓക്കെ. ഡോണ്ട് പ്ലേ ഔട്ട്സൈഡ്. ഡോണ്ട് പ്ലേ ഔട്ട്സൈഡ്. യെസ്. അടുത്തതിന് മുമ്പേ ചോദിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നാലും ചോദിക്കുകയാണ്: നിങ്ങളുടെ ഊഴത്തിനായി കാത്തിരിക്കുക. Wait for opportunity. വെയിറ്റ് ഫോർ യുവർ ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി മാറ്റിട്ട് വേറെ വാക്ക് പറയാം. Wait for your turn. Wait for your turn. കറക്റ്റ്. കുറച്ച് ചെറിയ വാക്കാണ്. വെയിറ്റ് ഫോർ യുവർ ടേൺ. നിങ്ങളുടെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. വെയിറ്റ് ഫോർ യുവർ ടേൺ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? ഇന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? What study for the day? ഒന്നുകൂടി പറഞ്ഞേ ശ്രീജ. What study for the day? ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കാത്. Okay. പഠിച്ചത്. അപ്പൊ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. പാസ്റ്റ് ടെൻസ് ആണ്. ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കിയ ശരിയായി. സംഭവം കാര്യത്തുണ്ട്. ചോദ്യം ചോദിക്കുമ്പോ ഡു ഡസ് ഡിഡ് ചേർത്ത് കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഒരു എംഫാറ്റിക് പവർ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ചോദിക്കുമ്പോ വാട്ട് എന്താണ്, ഡിഡ് യു ലേൺ അല്ലെങ്കിൽ വാട്ട് ഡിഡ് യു സ്റ്റഡി ടുഡേ? വാട്ട് ഡിഡ് യു ലേൺ? വാട്ട് ഡിഡ് യു സ്റ്റഡി ടുഡേ? ഇനി നമ്മൾ പറയുന്നു ഇപ്പോൾ തന്നെ ചെയ്യുക.
Do it now. വെരി ഗുഡ്. ഡു ഇറ്റ് നൗ. ഇപ്പോൾ തന്നെ ചെയ്യുക. ഡു ഇറ്റ് നൗ. വൈകരുത്, ഇപ്പോൾ തന്നെ ചെയ്യുക. യെസ്. അടുത്തത്, എനിക്ക് നിന്നോട് ദേഷ്യമാണ്. എനിക്ക് നിന്നോട് ദേഷ്യമാണ്. I am I'm angry. angry for you. ഫോർ യു. I am angry with you. ഐ ആം ആംഗ്രി With you, sir. With you. വിത്ത് യു. നിമിഷ, ഫോർ അല്ല, വിത്ത് ആണ്. ഐ ആം ആംഗ്രി വിത്ത് യു. ദാറ്റ് ഇസ് കറക്റ്റ്. ഫോർ ഉപയോഗിക്കേണ്ട, വിത്ത് ഉപയോഗിച്ചത്. യെസ്. അടുത്തത്, കുട്ടികളോട് നമ്മൾ പറയുന്നതാണ്, നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ മാറ്റിവെക്കുക. മാറ്റിവെക്കുക എന്നുള്ളതിന് പുട്ട് യുവർ ടോയ്സ് ബിസൈഡ്. ബിസൈഡ് അരികതായിരുന്നു. ആ ബിസൈഡ് മാറ്റിയിട്ട് അവിടെ എവേ എന്ന് പറഞ്ഞാൽ മതി. മാറ്റിവെക്കുക. പുട്ട് യുവർ ടോയ്സ് എവേ. പുട്ട് യുവർ ടോയ്സ് എവേ. ബിസൈഡ്. ബിസൈഡും ബിസൈഡ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്? രണ്ടു തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒരു എസ് ചേർക്കുമ്പോൾ അർത്ഥത്തിൽ ഭയങ്കര വ്യത്യാസം വരും. ബിസൈഡ് മീൻസ് നിയർ. ബിസൈഡ് ഇപ്പൊ നേരത്തെ എഴുതിയ ബിസൈഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നിയർ, വളരെ അടുത്ത്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു, കൂടുതലായിട്ട്. ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു. ഓക്കെ. അടുത്തത് ഒരെണ്ണം കൂടി ചോദിക്കാം. അതിനെ തല്ലരുത്. അതിനെ തല്ലരുത്. Don't slap. ഓക്കെ ഓക്കെ ഓക്കെ. ആ വാക്കിന് പകരം SLAM, സ്ലാം എന്നൊരു വാക്ക് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ അതാണ് സർ പറഞ്ഞത്. എഴുതിയതിപ്പോ ലിൻഷ. ലിൻഷ എഴുതിയത്. ഓക്കെ ഓക്കെ. ഞാൻ ശ്രീജനെ വിചാരിച്ചു. എഴുതിയത് മാത്രമേ വായിച്ചുള്ളൂ, ആരെഴുതിയെന്നുള്ളത് നോക്കിയില്ല. യെസ്. ഓക്കെ, അത് കുഴപ്പമില്ല. നിങ്ങൾ വളരെ മനോഹരമായിട്ട് അത് പ്രശ്നം ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് പറഞ്ഞോ ഇതുപോലെയാണ് ക്ലാസ് ഉള്ളതെന്ന് പറഞ്ഞോ? ഇല്ല സർ. അതെ. ഓക്കെ 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 ഓക്കെ. ഇനി ടീച്ചർ പറയായിരിക്കും. ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ നമ്മള് ക്ലാസ് ആണോ സർ? ഇംഗ്ലീഷ് ക്ലാസ് ആണോ അതോ മൊത്തം ക്ലാസ് ആണോ? ഓക്കെ. ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ, മൊത്തം ക്ലാസ്. ഓക്കെ. ഇപ്പൊ 6 months ആയില്ലേ നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയിട്ട്? സർ, ബട്ട് നമ്മളുടെ ചാപ്റ്റേഴ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് സ്പീഡ് അത് വരുന്നുള്ളൂ. ഇനി തീരാത്ത ദിവസത്തിനുള്ളിൽ അല്ല, ഇനി ബാലൻസ് ദിവസത്തിനുള്ളിൽ ഫിനിഷ് ആവും. ഓക്കെ. അപ്പൊ ഞങ്ങള് ശരിയാ പറഞ്ഞത്, സൂചിപ്പിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് വരികയാണെങ്കിൽ അപ്പുറത്ത് വുഡ് ഹാവ് ഉപയോഗിച്ച് എഴുതണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ലിൻഷ, ഞാൻ പറഞ്ഞത് ഇപ്പോ നമ്മുടെ ശ്രീജക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ടീച്ചറിന്റെ മുകളിലോട്ട് വരാൻ പറ്റും? അതാ പറഞ്ഞിട്ടുണ്ട്. പറയട്ടെ. പറഞ്ഞോടാ. സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസ് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോം ആണ് വരുന്നത്. എക്സാമ്പിൾ പറയും. ഇപ്പം ഇഫ് യു ഹാർഡ് വർക്ക്ഡ്, അത് പാസ്റ്റ് പെർഫെക്റ്റ്. If you had worked, okay. Correct. ഞാൻ പറഞ്ഞത്. If you hard worked, ഹാർഡ് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ്, വർക്ക്ഡ് ടെൻസിന്റെ V3 ഫോം. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതിന്റെ മെയിൻ ക്ലോസ് വരുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോം.
ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോഴത്തേക്കും അതിന്റെ ഇത് വരുന്നത് വില്ലർ ഷോൾ പ്ലസ് ഹാവ് ആണ്. അപ്പം ഈ വില്ലോ ഷോൾ എന്ന് പറയുന്ന അത് വുഡ്, വില്ല് വുഡ് ആവും, ഷോള് ഷുഡ് ആവും, മേ മൈറ്റ് ആവും, ക്യാൻ കുഡ് ആവും, അങ്ങനെ മാറ്റി എഴുതണം. മനസ്സിലായോ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായോ സർ? ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറഞ്ഞത്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് വർക്ക്. ഇത് ഒന്നും മാറി. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. അതായത് ഇഫ് യു വർക്ക് ഹാർഡ്, നീ പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്, നീ പാസ്സാവും. ഇഫ് യു വർക്ക് ഹാർഡ്, നീ പഠിച്ചെങ്കിൽ പാസ്സായേനെ. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്, നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായിട്ടുണ്ടായിരുന്നെ. ഇതാണ് മൂന്ന് തമ്മിലുള്ള വ്യത്യാസം. യെസ്, ഓക്കെ, താങ്ക് യു ലിൻഷ. ഓക്കെ 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 ഓക്കെ. അതിന് അടുത്ത വരി എഴുതാം. ഇഫ് ഐ ഹാഡ് ഗോൺ ദെയർ, if I had gone, G-O-N-E, gone there, T-H-E-R-E, there, if I had gone there, dash, if I had gone there, dash. If I had gone there, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂരിപ്പിക്കാം. I would have lived with him. Okay, നിമിഷ, അത് ശരിയാണ്. Would have. If I had gone there, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ I would have lived with him. ഞാൻ അവന്റെ കൂടെ ജീവിച്ചേനെ. Yes. ശരി, അത് കറക്റ്റ് ആണ്. പക്ഷെ വുഡ് ഹാവ് കഴിഞ്ഞ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ലൈക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൈക്ക് കേട്ടോ. വില്ല അല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ലൈക്ക് എന്താക്കി, ലൈക്ക് ചെയ്ത്. ഓക്കെ, അടുത്തത്. If you had taken books, B-O-O-K-S. If you had taken books, dash. Okay, good job. If you had taken books, നീ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ. You might have passed the examination. You would have given to me. Okay, that is it. Okay, okay, okay. And കറക്റ്റ് ആണ്. വുഡ് വന്നിട്ടുണ്ട്, ഹാവ് വന്നിട്ടുണ്ട്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടുണ്ട്. വുഡ് ഹാവ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഓരോ കൂടി നമുക്ക് നോക്കാം. Yes, if you had left, L-E-F-T, left earlier, E-A-R-L-I-E-R. If you had left earlier, E-A-R-L-I-E-R. If you had left earlier, dash.
if you had left earlier dash. വുഡും മേയും എന്ന് എന്താണ് ലക്ഷ്യം? അപ്പൊ ഇതിനകത്ത് ശ്രീജ ഹാവ് ചേർക്കാൻ വിട്ടുപോയി. ഓക്കെ. അപ്പൊ ഇഫ് യു ഹാഡ് ലെഫ്റ്റ് ഏർലിയർ, നീ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവിടെ നേരത്തെ എത്തിയേനെ. യു വുഡ് ഹാവ് റീച്ച്ഡ് ദെയർ ഏർലി, അവിടെ നേരത്തെ എത്തിയേനെ. അല്ലെങ്കിൽ നീ അവനെ കണ്ടല്ലേ, യു വുഡ് ഹാവ് മെറ്റ് ഹിം. യെസ്. ഓക്കെ, തെറ്റിദ്ധരിച്ചില്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ 2025 ആദ്യത്തെ ദിവസമാണെന്ന് എല്ലാവിധ ആശംസകൾ നിങ്ങൾക്ക് നേരുകയാണ്. 2025 നിങ്ങൾക്ക് വളരെ ശോഭനമായ ഭാവി കൊണ്ടുവരുന്ന ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. 2025 നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ.